ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, വീണ്ടും വരുമെന്ന് അരുളിച്ചത് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശ് മരണം സ്വീകരിച്ച് മൂന്നാം ദിവസം ഉയർത്ത് എന്നിട്ട് 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് എൻ്റെ വിനീതമായ സ്വാഗതം. ഇന്ന് ജൂലൈ 12. ഇന്ന് ഞാൻ ഇന്നത്തെ ചിന്താവിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് മണിനാദം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹാ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആകയാൽ പോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം ആചരിപ്പീൻ, നാം തമ്മിൽ അവയവങ്ങൾ അല്ലോ എന്ന് ആണ്. ഇവിടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒരു മണിനാദത്തെക്കുറിച്ചാണ്. ഒരിക്കലും ഒരു ചെറിയ രാജ്യത്ത് ഒരു രാജാവ് ഒരു വലിയ മണ്ഡപമുണ്ടാക്കി അതിൻ്റെ പുറത്ത് ഒരു വലിയ മണി സൃഷ്ടിച്ച് അതിൻ്റെ പുറത്ത് തൂക്കി. അതിനുശേഷം അദ്ദേഹം വിളംബരം ചെയ്തു: ഞാൻ ഈ മണി ഇവിടെ കെട്ടിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം ഉണ്ടാകുന്ന ദിവസം ഈ മണിനാദം ഇവിടെ അടിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നിച്ചുകൂടി എന്നോടൊപ്പം ആനന്ദിക്കണം എന്ന് പറഞ്ഞ് വിളംബരം ചെയ്തു. ആ വിളംബരത്തിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ പിന്നിട്ടു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, ഒന്നും തന്നെ സംഭവിച്ചില്ല. ആൾക്കാരെല്ലാം ആ മണിനാദത്തിന് വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി ഒരു ദിവസം നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അതിനുവേണ്ടി കാത്തിരുന്നു. എന്നാൽ അത് സംഭവിക്കാതെ ആ രാജാവ് വൃദ്ധനായി, അവശനായി, രോഗാവസ്ഥയിലായി. ശയ്യയിൽ കിടന്നുകൊണ്ട് ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു: ജനങ്ങളെ അറിയിക്കുക, ഞാൻ വളരെ അവശ നിലയിലായി, എനിക്കൊരു ദിവസം പോലും സന്തോഷിക്കുവാൻ സാധിച്ചില്ല, കാരണം നിങ്ങളാരും എന്നെ സ്നേഹിച്ചതായി എനിക്ക് മനസ്സിലായില്ല എന്ന്. ഈ വിളംബരം നാട്ടിൽ അറിയിച്ചപ്പോൾ എല്ലാവരും രാജാവിനെ കാണാനായിട്ട് ആ രാജകൊട്ടാരത്തിലേക്ക് കടന്നു വരികയും അവർ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി രാജാവിൻ്റെ അടുത്ത് വരികയും അദ്ദേഹത്തിൻ്റെ വിഷമസ്ഥിതി കണ്ട് ദുഃഖിക്കുകയും, എന്നാൽ രാജാവ് പറഞ്ഞതനുസരിച്ച് ആ രാജകൊട്ടാരത്തിൽ രുചിഭോജനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ കൊട്ടാരത്തിൻ്റെ സൗകര്യങ്ങളൊക്കെയും കണ്ട് ആനന്ദിച്ചപ്പോൾ രാജാവിന് മനസ്സിലായി, യഥാർത്ഥത്തിൽ രാജാവാണ് തെറ്റുകാരനായിരുന്നത്. എൻ്റെ ജനങ്ങൾ എന്നെ ഇത്രയും സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ അവർ എന്നെ സ്നേഹിച്ചിരുന്നു. അവർ ഓരോരുത്തരും വന്ന്, ഓരോ ഗ്രാമത്തിൻ്റെ പ്രമാണിമാർ വന്ന് പറഞ്ഞു: രാജാവേ, നിങ്ങളുടെ ആ മണിനാദത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എത്രയോ വർഷങ്ങൾ കാത്തിരുന്നു, പക്ഷേ നിങ്ങളത് അടുപ്പിച്ചില്ല. ഞങ്ങൾക്കൊക്കെയും ധൈര്യമുണ്ടായിരുന്നില്ല ഇവിടേക്ക് കടന്നു വരാനായിട്ട്. എന്നാൽ ഞങ്ങൾ മനസ്സിൽ ദുഃഖിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ മണിനാദം ഇന്ന് രാജാവ് പറഞ്ഞതനുസരിച്ച് അടിച്ചപ്പോൾ ഞങ്ങളെല്ലാവർക്കും വളരെ സന്തോഷമായി. നിങ്ങളുടെ മുഖത്തെ ആ മ്ലാനത മാറി ചിരി കണ്ടപ്പോൾ ഞങ്ങളൊക്കെയും വളരെ സന്തോഷിച്ചു. ഈ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എത്രയോ കാലം നോക്കിയിരുന്നതാണ്. നാം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. മണിനാദം എന്ന് പറഞ്ഞാൽ അത് ദുഃഖത്തിന് വേണ്ടി അടിക്കുന്നതുകൊണ്ട്, സന്തോഷത്തിന് വേണ്ടി അടിക്കുന്നതുകൊണ്ട്. നമ്മൾ സന്തോഷത്തിൻ്റെ മണിനാദം അടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഇവിടെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾക്ക് മറ്റുള്ളവർക്ക് നാം സന്തോഷം പകരുന്ന രീതിയിലാണ് നമ്മുടെ പ്രവർത്തനമെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്നത് ഒരു മണിനാദമാണ് അവർക്ക്. എന്നാൽ മറ്റുള്ളവർക്ക് നാം ദുഃഖമാണ് കൊടുക്കുന്നതെങ്കിൽ അതും അവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ദുഃഖബാൻഡ് ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, സൈക്കോളജിസ്റ്റ് പറയുന്നത് പോലെ ഓൾ ആർ ദി വിക്ടിം ഓഫ് ദി ചേഞ്ച് എന്ന് പറയുന്നത് നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. നമ്മൾ മറ്റൊരാളെ ചിരിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നുവെങ്കിൽ അവർ ദുഃഖിതനായിരിക്കണമെങ്കിൽ പോലും അല്പസമയത്തേക്ക് നമ്മുടെ ആ സാമീപ്യം അവർക്ക് സന്തോഷം പകരും. അതിനുവേണ്ടി നാം ഓരോരുത്തരും എപ്പോഴും ചെയ്യേണ്ടത്, നമ്മളുടെ വിഷമങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ വിഷമങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അതിന് ഒരു ഉപാധി അവൻ കാണിച്ചു തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നാം പ്രവർത്തിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പ്രസന്നവതരായി ഷോ ചെയ്യുകയും ചെയ്യുമ്പോൾ, മറ്റുള്ളവർക്ക് നമുക്ക് സന്തോഷം കൊടുക്കുമ്പോൾ അതിന് പകരമായി ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയുന്ന ആ പകരത്തിന് പകരം നമുക്ക് സന്തോഷമേ ലഭിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് സൽപ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്.
നമുക്കാരെയും സഹായിക്കാൻ സാധിച്ചില്ല എങ്കിൽ അവർക്ക് ഒരു സഹായവും ചെയ്യണ്ട. എന്നാൽ ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി, ഞാൻ ഇന്നു മുതൽ ആരെയും ഉപദ്രവിക്കുകയില്ല എന്നുള്ള ആ ഒരു തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കേ. എത്രയോ നല്ല ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. നമ്മളെല്ലാവരും ഓണം ആഘോഷിക്കുന്നവരാണ്. അപ്പോൾ നമ്മളൊക്കെയും നമ്മൾ ആ ഓണത്തെ അപ്പനെ നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരാണ്. ആ മഹാബലിയെ നമ്മൾ ഓർക്കുന്നുണ്ട് ആ അവസരത്തിൽ. എന്നാൽ അങ്ങനെ ഒരു ജീവിതം നമുക്ക് രണ്ടാമത് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നാം നമ്മെ തന്നെ തിരുത്തുകയാണ് എങ്കിൽ അതിന് ഒരു അറുതി ആ തിരുത്തലിലൂടെ നമുക്ക് ഈ സമൂഹത്തിലേക്ക് ഒരു നല്ല മെസ്സേജ്, നല്ല ഒരു സന്ദേശം കൊടുക്കുവാൻ നമുക്കേവർക്കും സാധിക്കും. അതിനു വേണ്ടിയിട്ട് നാം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നാം സ്വയം നമ്മെ തന്നെ തിരുത്തുക. ആ നമ്മൾ കൊടുക്കുന്നതായ ആ മണിനാദം സന്തോഷത്തിൻ്റേതായിരിക്കുക. അതിനു വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത്. അതിനായി നാം ഏത് മതത്തിൽ ജനിച്ചവരാണെങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തെ മുറുക്കി പിടിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും മനുഷ്യരെ ബഹുമാനിക്കുകയും ചെയ്താൽ മാത്രം മതി. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും വലിയവരെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതൊക്കെയും സാധിക്കണമെന്നുണ്ടെങ്കിൽ ദൈവകൃപയുള്ളവരായിരിക്കണം, നന്മയിൽ ജീവിക്കുന്നവരായിരിക്കണം. അതിനു വേണ്ടിയിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.